ആദീബ മാമി എന്ന മുഹമ്മദ് ടൂരാൻ്റെ മകളും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം അദീബയിലേക്ക് പോകുന്നു. അദീബ, റംല, നമസ്കാരം. ഒരു വർഷമായി മാമിയെ കാണാതായിട്ട് അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് PV അൻവർ പറയുന്നതോടെ അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്, അതിൻ്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. റംല, ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2023 എന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് മാസത്തിൽ? ഓഗസ്റ്റ് 21 വൈകുന്നേരം 7 മണിക്ക് മാമി അരയടത്ത് പാലത്തുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള CD ടവറിലെ ഓഫീസിൽ അവിടെ നിന്ന് പള്ളിയുടെ അടുത്ത് നിന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മാമി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റാവും വീട്ടിലെത്താൻ എന്നുള്ള കാര്യവും ഒരു 7:30 കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാമിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വീട്ടുകാരും സുഹൃത്തുക്കളൊന്നും വിളിച്ചിട്ട് മാമിയുടെ ഫോണിലേക്ക് മറ്റേതെങ്കിലും കോളുകൾ വന്നതായി പിന്നീട് തെളിഞ്ഞിട്ടുണ്ടോ റംല? മമ്മിയുടെ ഫോണിലേക്ക് സാധാരണ കോൺടാക്ട് ചെയ്യുന്ന കോളുകളല്ലാതെ ഒരു സംശയാസ്പദമായ രീതിയിലുള്ള കോളുകളൊന്നും ഇല്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് നമുക്ക് വന്നത്. പിന്നെ 22 ഉച്ചയ്ക്ക് മമ്മിയുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. അത് ലൊക്കേഷൻ പോലീസ് പറഞ്ഞത് കോഴിക്കോടിന് അടുത്തുള്ള തലക്കുളത്തൂർ വെച്ചിട്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് മമ്മിയുടെ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആവുന്നതും അതിൽ നിന്ന് അദ്ദേഹം മമ്മിയുടെ ഡ്രൈവറായ രജിത്തിനെയും പിന്നെ ഒരു ബിസിനസ് പാർട്ട്ണറായ ബിനോജ് എന്ന ആളെയും മമ്മിയുടെ വൈഫിനെയും വിളിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും പിന്നെ അതിനുശേഷം നമുക്ക് ആർക്കും കേൾക്കാം പറഞ്ഞിട്ടില്ല. ഓക്കെ റംല, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 21 കാണാതാവുന്നു, 22 ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആവുന്നു. ആ സ്വിച്ച് ഓൺ ആകുമ്പോൾ സംശയം തോന്നിയ ചില ആളുകളെ പിന്നീട് വിളിച്ചു വരുത്തുന്നു. അതിലൊരു പാർട്ട്ണറുണ്ട്, ഡ്രൈവറുണ്ട്, പിന്നെ ഇവരെയാണ് പ്രധാനമായിട്ടും വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം വിളിച്ച് വരുത്തിയതല്ല സർ, അവരെ ബിസിനസ് ആവശ്യാർത്ഥം ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യാർത്ഥം അവർ പുറത്തായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക്. ആ രജിസ്ട്രേഷൻ നടക്കില്ല എന്നാണ് പറഞ്ഞതെന്നാണ് ആ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന ബിനോജ് എന്ന് പറഞ്ഞ മാമിയുടെ ബിസിനസ് പങ്കാളിയും പറഞ്ഞത്. ആ രജിസ്ട്രേഷൻ എത്ര രൂപയുടെ വിളിച്ചിരുന്നു. അത് നടക്കാതിരുന്ന രജിസ്ട്രേഷൻ, അത് കൃത്യമായിട്ട് നമുക്ക് ധാരണയില്ല. അതെ, അത് നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല. 1 CR മുകളിലുള്ളൊരു രജിസ്ട്രേഷൻ ആയിരുന്നു എന്നാണ് നമ്മളെ ധാരണ. ഓക്കെ, അദീബ കൂടി നമുക്കൊപ്പമുണ്ട്, മകൾ അദീബ. അതിനുശേഷം അന്വേഷണം നടക്കാവ് പോലീസ് സ്റ്റേഷനെയാണ് ഏൽപ്പിച്ചത്. ആ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് രാജ്പാൽ മീണ അന്വേഷണം ഏറ്റെടുക്കുന്നു, പോലീസ് കമ്മീഷണർ. എന്നാൽ രാജ്പാൽ മീണയെ കോഴിക്കോട് കമ്മീഷണറെ അതിൽ നിന്നും മാറ്റി മലപ്പുറം SP ആയ ശശിധരൻ ഇപ്പോൾ ആരോപണ വിധേയനായ അജിത് കുമാറിൻ്റെ അനുയായിയും അജിത് കുമാറിൻ്റെ ടീമിൽപ്പെട്ട ശശിധരനെ അന്വേഷണം ഏൽപ്പിക്കുന്നു. മാത്രവുമല്ല, അത്ഭുതകരമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകുന്നു. ഇതല്ലേ സംഭവിച്ചത് അദീബ? അദീബ, എന്തൊക്കെയാണ് അദീബയുടെ സംശയം വാപ്പയുടെ കാര്യത്തിൽ? എൻ്റെ ഉപ്പ മിസ്സായിട്ട് കറക്റ്റ് 1 കൊല്ലം കഴിഞ്ഞ് ഓഗസ്റ്റ് 21 1 കൊല്ലം കഴിഞ്ഞത്. നമ്മൾ ഡെയിലി ഉപ്പ മിസ്സായ അന്ന് മുതൽ 22 നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തത്. അന്ന് മുതൽ നമ്മൾ ഒരു 6 മാസം വരെ നമ്മൾ ഇടയ്ക്ക് ആദ്യത്തെ ഒരു 3 മന്ത് നമ്മൾ ഡെയിലി സ്റ്റേഷനിൽ പോവുമായിരുന്നു, അപ്ഡേറ്റ്സ് ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് സംശയം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും CCTV, AI ക്യാമറ, അത്രയും ഫെസിലിറ്റീസുള്ള ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ ഉപ്പയുടെ അതും കോഴിക്കോട് ടൗണിൽ നിന്ന് മിസ്സായിട്ട് എവിടെയും ഒരു വിഷ്വൽസും കാണുന്നില്ല. അതുമല്ല ബീച്ച് സൈഡ്, അന്ന് രാവിലെ ബീച്ച് സൈഡ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ചിലൊക്കെ അത്രയും ക്യാമറകളുള്ള
കാലഘട്ടമാണ്. അതുമല്ല കോഴിക്കോട് ടൗണിൽ നിന്നാണ് മിസ്സായത്. അവിടെ നിന്നും ഒരു വിഷ്വൽസും എവിടെയും ഉപ്പൻ്റെ വിഷ്വൽസ് കിട്ടുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നെ ഉപ്പയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറഞ്ഞു വിഷ്വൽസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസിനോട് പിന്നെ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ അവർ പിന്നെ വന്ന് വിഷ്വൽസൊന്നും ചെക്ക് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളത്രയും പോലീസിൻ്റെ അടുത്ത് പോവും, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവർ ഒരു 10 ദിവസം പിന്നെയും വേണം, പിന്നെയും 15 ദിവസം വേണം, അങ്ങനെ നമ്മളെ പറഞ്ഞ് ഡിലേ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഈ പഴയ CI സാറ് മാറി പുതിയ ആൾ വന്നിട്ടുണ്ടായിരുന്നു, പുതിയ സാറ് വന്നിരുന്നു. അപ്പോൾ ആ സാറ് പറഞ്ഞത് നമ്മളെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് വന്ന വലിയൊരു ഫോൾട്ടാണ്. കാരണം പോലീസിൻ്റെ ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട്, അത് ഈ 7-8 മാസങ്ങളായിട്ട് അത് ഇനിയിപ്പം കിട്ടൂല. സ്റ്റാർട്ടിങ്ങിലുള്ള ഗോൾഡൻ ഹവേഴ്സ് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്, അത് നഷ്ടപ്പെട്ട്. അപ്പോൾ അത് പോലീസിൻ്റെ സൈഡിൽ നിന്നുള്ള ഫോൾട്ടാണെന്ന് തന്നെ അവർ അംഗീകരിച്ച കാര്യമായിരുന്നു. എന്നിട്ടും അതിൻ്റെ ശേഷവും അവർ അന്വേഷിച്ചിട്ടും അവർക്കൊന്നും കണ്ടെത്താനായിട്ടില്ല. അത് നമ്മളോട് CI സാറ് പറഞ്ഞിരുന്നു. അതായത് ഒരു 3-4 മാസമുള്ള ടൈമിലൊക്കെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള നമ്മളോട് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് നമ്മളോട് പറയാൻ തുടങ്ങിയത് 99% ഉപ്പ ജീവിച്ചിരിപ്പില്ല എന്നാണ്. അപ്പം നമ്മളതെങ്ങനെ വിശ്വസിക്കുക? ഒരു തെളിവില്ലാണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു, അതിന് നമുക്ക് തെളിവ് വേണ്ടേ, വിശ്വസിക്കാൻ തെളിവ് വേണ്ടേ? അപ്പോൾ പോലീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും അറിയാൻ പറ്റും, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അപ്പം തിരിച്ചാണെങ്കിലും അങ്ങനെയല്ലേ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് അവർക്ക് കിട്ടണ്ടേ? അപ്പം അത് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞത്. നമുക്കത് അറിയില്ല എന്ത് അപ്ഡേറ്റാണ് അവർക്ക് കിട്ടിയത്, ഉപ്പ ഇല്ല എന്നുള്ള എന്ത് തെളിവാണ് അവർക്ക് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഉപ്പ വരുന്ന പിന്നെയും പോലീസ് തെളിവ് തരാത്തതുകൊണ്ട് ഉപ്പ തിരിച്ചു വരും, ഉപ്പ ആരോ പിടിയിലുണ്ട്, ഉപ്പ തിരിച്ചു വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റിലാണ് നമ്മൾ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ മാമിയെ ഇതേപോലെ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടോ? മാമി അവിടെ സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണെന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. വളരെ ജനപ്രിയനായിരുന്നു കോഴിക്കോട്ടെ വ്യാപാര സമൂഹത്തിലടക്കം. അതെ, ഉപ്പ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എന്ത് ഹോസ്പിറ്റൽ കേസാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും നമ്മൾ ഫാമിലിയിൽ ഫ്രണ്ട്സും നെയ്ബേഴ്സും എല്ലാവരും നാട്ടുകാരെല്ലാവരും ഉപ്പനായിരുന്നു വിളിക്കാറ്. എന്താവശ്യത്തിനും മുന്നിൽ നിന്നൊരാളായിരുന്നു. ചാരിറ്റി ആണെങ്കിലും ഏത് ആവശ്യത്തിനാണെങ്കിലും. അപ്പം നമുക്കെന്ന് മാത്രമല്ല, ഉപ്പ മിസ്സിങ് ആയത്, ഉപ്പ ഇവിടെ ബാലുശ്ശേരിയാണ് ഉപ്പൻ്റെ നാട്. അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെ കോഴിക്കോട് വരുമ്പം ആകെ ഒരാളെന്ന് പറയാൻ ഉപ്പ മാത്രമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും ഉപ്പനെ വിളിക്കാറായിരുന്നു. പക്ഷേ ഇപ്പം ഉപ്പ ഇല്ലാതായതോടെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നതായോ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഭീഷണി ഉള്ളതായോ അദീബയ്ക്കോ ഉമ്മയ്ക്കോ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഉപ്പ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു, അത്രയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാവരോടും ആരെ കാണുമ്പോഴും, ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ ആരെ കാണുകയാണെങ്കിലും സംസാരിക്കും. അത്രയും കമ്പനി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരിക്കലും ഉപ്പക്ക് അങ്ങനത്തെ ഒരു ശത്രുത ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇനിയിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും. അദീബ, ഏറ്റവും ഒടുവിൽ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നിങ്ങളെ ഒരു വിവരം അറിയിക്കുന്നത് എപ്പോഴാണ്? ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും വിവരം നിങ്ങളെ അറിയിക്കുന്നത് എപ്പോഴാണ്? ഏത് സമയത്താണ്? ഇല്ല, പോലീസ് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് വിവരങ്ങളൊന്നും ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ഒരു വർഷമായിട്ടും നിങ്ങൾക്ക് ഒരു വിവരവും പോലീസ് നിങ്ങളെ വിളിച്ചറിയിച്ചിട്ടേ ഇല്ല എന്നതാണ്? ഇല്ല, എന്നെ വിളിച്ചിട്ട് പോലീസൊന്നും അങ്ങനെ വിവരങ്ങളൊന്നും ഉപ്പയ്ക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങളൊന്നും വിളിച്ചറിയിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സ്റ്റേഷനിൽ പോകും. അപ്പം നമ്മളോട് കാര്യങ്ങൾ പറയും. പക്ഷേ അതിലാണെങ്കിലും അവർക്ക് തെളിവെന്ന് പറയാനൊന്നും ആയിട്ടില്ല. വലിയ തുകയ്ക്കുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയിരുന്നയാളാണ് മുഹമ്മദ് അട്ടൂരാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയോ അവരുടെ താല്പര്യത്തിനെതിരായി പോവുകയോ ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ തള്ളിക്കളയുന്നില്ലല്ലോ? ഇല്ല, നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഉപ്പയുടെ എങ്ങനത്തെ കച്ചവടങ്ങളാണ്, ഏതിലൊക്കെയാണ് ഉപ്പ ഇൻവോൾവ് ആയിട്ടുള്ളത്, കുറച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ ഉപ്പ നമ്മളോട് കാര്യങ്ങൾ പറയും. അതല്ലാതെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. അദീബയുടെ സംശയം എന്താണ്? ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ADGP അജിത് കുമാർ
ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ ഈ അന്വേഷണത്തിൽ ഇടപെട്ടു എന്നൊരു പരാതി അദീബയ്ക്കുണ്ടോ? നമുക്ക് പോലീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ഓൾറെഡി ഇത്രയും ശതമാനം അവർ പറയുന്നുണ്ടല്ലോ കിട്ടും എന്നുള്ളത്. മീൻസ് ഉപ്പൊക്കെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർ ഉറപ്പ് പറയുമ്പോൾ അവർക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു ലാസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് ADGP സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലൊന്നും നമുക്ക് ഒരു ക്ലാരിറ്റി മീൻസ് ഇപ്പോൾ ഈ MLA സാറ് പറഞ്ഞല്ലോ, അതായത് ADGP സാറ് ഇങ്ങനത്തെ ഒരു കാര്യം MLA സാറ് പറഞ്ഞല്ലോ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇദ്ദേഹം എന്തിനാണ് മീറ്റിങ്ങിന് വന്നത്. നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുത്തത്. എന്തെങ്കിലും നല്ല അപ്ഡേറ്റ്സ് നമുക്ക് ഉണ്ടാവും, നമ്മളെ കേസിന് എന്തെങ്കിലും ഉണ്ടാവും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളും സംശയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ADGP അജിത് കുമാർ ഈ അന്വേഷണത്തിലെ മീറ്റിംഗിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനാണോ എന്ന്? അതെ, കാരണം നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു തെളിവുകളും. അതുമല്ല ADGP സാറാണ് ഇങ്ങനത്തെ കേസും കാര്യങ്ങളും പോലീസിൻ്റെത് ഫുൾ ഇപ്പോൾ ADGP സാറാണ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നതും. പിന്നെ മലപ്പുറം SP ആണ് നമ്മൾ കാണാൻ പോയിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാണ് MLA സാറ് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്.